നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശാരദാമ്മേ, ഇത് കുറച്ച് സമയം എടുക്കും. ശാരദാമ്മ ശ്യാമിന്റെ അടുത്തേക്ക് ചെല്ല്. അവൾ ആകെ പേടിച്ചിരിക്കുക. ഞാൻ എങ്ങനെ? അമ്മ ചെല്ല്, കുഴപ്പമില്ല, പൊയ്ക്കോ. മോള് സമാധാനിക്കടി, ഞാനിവിടെ തന്നെ ഉണ്ടടി. ഡോക്ടർ, ശാരദാമ്മ ചെന്നോളൂ, പെട്ടെന്ന് ചെന്നോളൂ. ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. അമ്മ പൊയ്ക്കോ. മോളെ മോളെ റിലാക്സ്. ശാരദാമ്മയോ? ആ, ശാരദാമ്മേ. ശാരദാമ്മേ, ശ്യാമ അവിടെയല്ല, ഇവിടെയാ. ആ, ശാരദാമ്മയ്ക്ക് റൂം മനസ്സിലായില്ല? ശാരദാമ്മേ, ശ്യാമയ്ക്ക് വേദന തുടങ്ങിയിട്ടില്ല, പോയി കണ്ടോളൂ. അമ്മേ, മോളെ. അമ്മേ, കുഞ്ഞിച്ചിയുടെ ഹോസ്പിറ്റലിൽ എത്തിച്ചോ? എവിടെ? ഏത് ഹോസ്പിറ്റലാ അമ്മേ? ഇവിടെ തന്നെയടി. അവള് അപ്പുറത്തെ റൂമിലുണ്ട്. ഇവിടെയോ? എന്നിട്ട് ആരെങ്കിലും കണ്ടോ? ഇല്ല, ദൈവം കാവലുണ്ടായിരുന്നു മോള്. അതുകൊണ്ട് ആരും കാണാതെ റൂമിൽ എത്തിക്കാൻ പറ്റി. അമ്മേ, ഇനിയിപ്പോ എങ്ങനെയാ? ആലോചിച്ചിട്ട് എനിക്ക് പേടിയാവുന്നു. അതേപ്പറ്റി എനിക്കും ഒരു രൂപമില്ല മോളെ. സാരമില്ലമ്മേ, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്തോളാം. അമ്മ എന്തായാലും കുഞ്ഞിച്ചിയുടെ അടുത്തേക്ക് ചെല്ല്. അവിടെ അമ്മയെ കൊണ്ട് ഇപ്പൊ ആവശ്യം. അവളുടെ കാര്യം കഴിഞ്ഞിട്ട് അമ്മ ഇങ്ങോട്ട് വരാം. മോള് സൂക്ഷിച്ചോണേ. ഈ റൂമിലാണോ ശ്യാമ? റിലാക്സ് ശാലിനി, കുഴപ്പമൊന്നുമില്ല. സുസ്മിതേ,
ഇവിടെന്താ ഇവിടെ? ഓ അവിടെയാണോ? എന്താ സുസ്മിത ഇവിടെ? ആ ശ്യാമെ അഡ്മിറ്റ് ചെയ്തിരിക്കാന്നൊരു വിവരം കിട്ടി, അതുകൊണ്ട് വന്നതാ. അതിന് പത്രം ഇറങ്ങാൻ സമയം ആയില്ലല്ലോ സുസ്മിതേ. അതോ നീ ഫ്ലാഷ് ന്യൂസിൽ ഉണ്ടായിരുന്നോ ശ്യാമെ അഡ്മിറ്റ് ചെയ്തെന്ന്? കണ്ടോ ആന്റി ഈ രോഹിത്തിന്റെ കാര്യം? ദയയും കരുണയും സഹാനുഭൂതിയൊന്നും ഇല്ലെങ്കിൽ നമ്മളൊക്കെ മനുഷ്യരാണോ? അതൊക്കെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഹൃദയം വേണം. ഒരർത്ഥത്തിൽ എനിക്ക് പറക്കേണ്ട കുഞ്ഞാ ശ്യാമയുടെ വയറ്റിലുള്ളത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അതിന്റെ മുഖം കണ്ടിട്ടേ പോവൂ. രോഹിത്തെ, ഡിവോഴ്സ് കഴിഞ്ഞതോടെ നമുക്കിടയിലുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചെന്ന് എന്റെ വിശ്വാസം. ഒന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ. ഈശ്വര, ശ്യാമയ്ക്കും കുഞ്ഞിനും ആപത്തൊന്നും വരുത്തരുതേ. സുസ്മിത, കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി. ദേ ഇപ്പൊ കൂടെ നാവെടുത്ത് ഈശ്വരനെ വിളിച്ച ഞാൻ എന്ത് കുഴപ്പമുണ്ടാക്കാനാ ആന്റി? സകല സമയവും ഈശ്വര വിചാരം മാത്രമുള്ളൂ എനിക്കിപ്പോ. അവളുടെ ഒരു ഈശ്വര വിചാരം. വിഷ്ണു, അങ്ങനെ പറയരുത്. മനുഷ്യന് മാറാൻ അധിക സമയമൊന്നും വേണ്ട. എല്ലാവർക്കും ഈശ്വരവിശ്വാസം വേണ്ട ഒരു സമയം ഇത്. ആന്റി ഇപ്പോഴും പൊട്ടി തന്നെ. ശ്യാമയ്ക്ക് പെയിൻ തുടങ്ങി ആന്റി? ഇല്ല, ചിലപ്പോ ഇന്ന് തന്നെ ഉണ്ടായേക്കുന്ന പ്രതീക്ഷ. ആ നന്നായി. പെയിൻ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാം ആദ്യം മുതലേ കാണാമല്ലോ. എന്തെങ്കിലും കള്ളക്കളി നടക്കുന്നുണ്ടെങ്കിൽ അപ്പോഴേ പിടിക്കാം. അല്ല, ശാലിനി വന്നില്ലേ ശാരദാമ്മേ? ഇല്ല, കൊണ്ടുവരണ്ടെന്ന് ഞാനാ പറഞ്ഞത്. ആ അതും നന്നായി. ശാലിനി അണിയറയിലില്ലെങ്കിൽ ശാരദാമ്മയ്ക്കോ ശ്യാമയ്ക്കോ കള്ളൊന്നും കാണിക്കാൻ പറ്റില്ല. ചെറുവിരൽ അനക്കിയ പിടിക്കാൻ ഈ സുസ്മിത എവിടെയുണ്ട്? ഇനി ശ്യാമ കുഞ്ഞിനെ പ്രസവിക്കുന്നത് എനിക്കൊന്ന് കാണണം ശാരദാമ്മേ. നിങ്ങളുടെയും മകളുടെയും പൂച്ചു പുറത്താകാൻ പോവാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.